മൂന്നാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ ചോദ്യപേപ്പർ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ഈ വർഷം മുതൽ SCERT പുതിയ മാതൃകയിലുള്ള ചോദ്യപേപ്പറാണ് നമുക്കായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ചോദ്യപേപ്പർ ഇതുവരെ ലഭ്യമല്ലാത്തതുകൊണ്ട്, അരക്കൊല്ല പരീക്ഷയുടെ ചോദ്യപേപ്പർ ഇതുവരെ ലഭ്യമല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാതൃകാ പ്രശ്നപത്രം അവതരിപ്പിക്കുകയാണ്. ഇത് കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമെല്ലാം ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരിട്ട് ചോദ്യപേപ്പറിലേക്ക് പോകാം. നോക്കൂ, പ്രവർത്തനം 1. പേടികാതഃ പദം നിർമ്മീയ ചിത്രാണാം അധഃ ലിഖതു. കളങ്ങളിൽ നിന്ന് പദം നിർമ്മിച്ച് ചിത്രങ്ങളുടെ താഴെ എഴുതുക. ഒരു ഉദാഹരണം നൽകിയിട്ടുണ്ട്. ഇവിടെ കരടിയുടെ ചിത്രമുണ്ട്. കരടിക്ക് എന്താണ് പറയുക? ഭല്ലൂകഹ എന്നാണ് പറയുക, അല്ലേ? ഇപ്പോൾ ഇവിടെ അത് മഞ്ഞ കളറിൽ ഭല്ലൂകഹ ഈ രീതിയിൽ മാർക്ക് ചെയ്യുന്ന രീതിയിലും തരാം, അല്ലെങ്കിൽ വേറെ രീതിയിലും നമുക്ക് തരൂ കേട്ടോ. അങ്ങനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. ഒരു നേരത്തെ പറയുന്നു, ഇത് ഒരു മാതൃക മാത്രമാണ്, ഇതുപോലെ വരാം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. നമുക്കൊരു മാതൃകയായിട്ട് മാത്രം ഈ ഒരു ചോദ്യപേപ്പറിനെ എടുക്കുക. ഓക്കെ, ശരി. രണ്ടാമത്തെ ഇപ്പോൾ എന്താണ് പറയൂ? എന്താണത്? തത്തയാണ്, അല്ലേ? തത്തയുടെ മുഖം മൂടിയാണ്, അല്ലേ? മുഖാവരണമാണ്. അപ്പോൾ തത്തയ്ക്ക് എന്താ പറയുക? പറഞ്ഞോളൂ. ശുകഹ. അതിവിടെയുണ്ടോ അക്ഷരങ്ങൾ? ശുകഹ, ശുകഹ. അപ്പോൾ അതിങ്ങോട്ട് എടുത്ത് എഴുതുക. 1 മാർക്കായി. ഇനി അടുത്ത ആരാണുള്ളത്? മുയൽ. മുയലിന് എന്താ പറയുക? നിങ്ങൾക്കറിയാം, പഠിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞോളൂ. ശശകഹ. ശശകഹ, മുയൽ, അല്ലേ? ഇവിടെ നോക്കൂതാ, ശശകഹ, ശശകഹ. ചിലപ്പോൾ ഒരു ഷ മാത്രം നിന്നുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് എഴുതാൻ കഴിയും. ഇതെന്തിൻ്റെ മുഖം മൂടിയാണ്? ഗരുഡഹ, അല്ലേ? ഗരുഡഹ. അതാ ഇതുപോലെ ഗരുഡഹ. അതിങ്ങോട്ട് എടുത്ത് എഴുതാം. അടുത്ത എളുപ്പമാണല്ലേ? ആനയ്ക്ക് എന്താ പറയുക? ഗജഹ. എന്താ പറയുക? ഗജഹ. ഗായുണ്ട്, ജഹയുണ്ട്. അപ്പോൾ ഗജഹ. അവസാനത്തെ കാക്കയാണ്, അല്ലേ? കാക്കയ്ക്ക് എന്താ പറയുക? കാക്കഹ, അല്ലേ? കാക്ക, കാക്കഹ. ഇവിടെ ആ രീതിയിലുള്ള ചോദ്യപേപ്പർ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു പ്രവർത്തനമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യണം? എല്ലാ ജീവജാലങ്ങളുടെയും പേര്. ഇത് കൂടാതെ നമ്മുടെ പാഠഭാഗത്തിൽ നകുലഹ, കീരി, അതുപോലെ ചിക്രോഡഹ, അണ്ണാൻ തുടങ്ങിയ വാക്കുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൂടി നമ്മൾ എല്ലാ ജീവജാലങ്ങളുടെയും പേരുകൾ നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ എഴുതാൻ കഴിയുകയുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കോഷ്ടകാത് ഉചിതം പദം സ്വീകൃത്യ സംഭാഷണം പൂരയതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ പദം എടുത്ത് സംഭാഷണം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സ്നേഹസ്പർശഹ എന്നുള്ള പാഠഭാഗത്തിലെ സംഭാഷണമാണ്. നമ്മുടെ അണ്ണാനെയെല്ലാം രക്ഷിക്കുന്ന ഒരു പാഠഭാഗം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, മുകളിൽ ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? ജലം, ഗൃഹം, ചിക്രോഡഹ, കുതഹ, ശ്രാന്തഹ. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം നമുക്ക് അറിഞ്ഞിരിക്കണം. ജലം എന്ന് പറഞ്ഞാൽ വെള്ളം, ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്, ചിക്രോഡഹ അണ്ണാൻ. ഇത് 3 എളുപ്പമാണ്, അല്ലേ? കുതഹ, എവിടെ നിന്ന് എന്നാണ് അർത്ഥം. കുതഹ, ശ്രാന്തഹ, ക്ഷീണിതൻ. അപ്പോൾ നമുക്ക് നോക്കാം. ദീപു, രോദനം ഡാഷ്, കരച്ചിൽ ഡാഷ്. ചോദ്യമാണ്. അപ്പോൾ ഇതിൽ ചോദ്യവാചകമായിട്ടുള്ള ഏതാണുള്ളത്? പറഞ്ഞോളൂ. ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഏതാണതുള്ളത്? കുതഹ മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ രോദനം കുതഹ. അപ്പോൾ മീനു പറയണം, തത്ര ഏകഹ ഡാഷ്. അവിടെ ഒരു എന്താണ്? എന്താ കരഞ്ഞത്? നിങ്ങൾക്കറിയാലേ, ചിക്രോഡഹ. അപ്പോൾ ദീപു പറഞ്ഞു, യേശഹ ഡാഷ് ഖലു. ഇവൻ എന്താണ്? എന്തുകൊണ്ടാണ് ചിക്രോഡൻ കരഞ്ഞത്? അണ്ണാൻ എന്തിനാ കരഞ്ഞ്? ക്ഷീണിതനായി ഇവിടെ കിടക്കുകയാണല്ലേ, വയ്യ അതിന്. അപ്പോൾ യേശഹ ശ്രാന്തഹ ഖലു. അപ്പോൾ മീനു പറഞ്ഞു, എന്തു പറഞ്ഞു? എന്തു കൊടുക്കൂ? ഡാഷ് ദദാതു. എന്തു കൊടുക്കാനാ പറഞ്ഞേ? ജലം ദദാതു. മീനു വെള്ളം കൊടുക്കാൻ പറഞ്ഞു. പിന്നീട് വീട്ടിൽ പോയിട്ട് അമ്മയാണ് പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ജലം ദദാതു, വെള്ളം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ദീപു പറഞ്ഞു, എന്തു? അസ്തു, ശരി. മമ ഗൃഹം, എൻ്റെ വീട് അടുത്ത് തന്നെയാണ്. തത്ര ഗച്ഛാവഹ, നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ 5 ഉത്തരങ്ങളെ തന്നിട്ടുള്ളൂ. ചിലപ്പോൾ 6 ഉത്തരങ്ങൾ നൽകി നിങ്ങളെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി ചോദ്യപേപ്പറിൽ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണണം. വളരെ എളുപ്പമുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ടാണ് വളരെ വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത പ്രവർത്തനം നോക്കാം. നമ്മുടെ ശരിക്കുള്ള ചോദ്യപേപ്പറിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ടാവും.
അതായത് ഒരു ചോദ്യത്തിൽ തന്നെ ഒന്ന് എ ഒന്ന് ബി എന്നൊക്കെ നൽകിയിട്ടുണ്ടാവും. നിങ്ങളപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതിയാവും. ഇവിടെ നോക്കൂ, അടുത്ത ചോദ്യം. അതോ ദത്തേഷു വാഹനേഷു കതി ചക്രാണി ആവശ്യകാനി ഇതി കോഷ്ടകാ ചിത്വാലികതോ. താഴെ നൽകിയിരിക്കുന്ന വാഹനങ്ങൾക്ക് എത്ര ചക്രങ്ങൾ വേണമെന്നുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് സംഖ്യകൾ അറിഞ്ഞാൽ മാത്രമേ ഈ ഒരു പ്രവർത്തനം ചെയ്യാൻ കഴിയുള്ളൂ. ഇതെന്താണ്? കാർ യാനം. മാഷ് ഇവിടെ എഴുതി തന്നത് മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പേരുകളും ചോദിച്ചേക്കാം. ഒരു മാതൃകയാണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാൻ വേണ്ടി നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. കാർ യാനം. കാർ യാനത്തിന് എത്ര ചക്രങ്ങൾ വേണം പറയൂ? ഇവിടെ 2 ചക്രങ്ങൾ നമുക്ക് കാണുന്നുള്ളൂ, പക്ഷേ ശരിക്കും എത്ര ചക്രം വേണം? അപ്പുറത്തെ ഭാഗത്തെയും കൂടി ഉൾപ്പെടെ 4 ചക്രങ്ങൾ വേണം അല്ലേ? അപ്പോൾ ഇതിൽ 4 എന്നുള്ള ഉത്തരം ഏതാണ്? ഇതിലേതാണ് പറയൂ? ഒന്നാമത്തെയാണോ രണ്ടാമത്തെയാണോ മൂന്നാമത്തെയാണോ? 4. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഖ്യയാണ് ഈ സംഖ്യ അല്ലേ? ഇത് 5 സംസ്കൃതത്തിൽ. പഞ്ച എന്ന സംസ്കൃത സംഖ്യയാണിത്. അപ്പോൾ 4 എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരിക്കലും മാറിപ്പോകരുത്. അത് കൃത്യമായിട്ട് 4 എന്നുള്ളത് ഇങ്ങോട്ടെടുത്ത് എഴുതുക. അടുത്തതോ ദ്വിചക്രിക, ബൈക്ക്. അപ്പോൾ അത് ഏതാണ് വരിക? അത് എളുപ്പമാണല്ലേ. 1 ഇതെത്ര സംഖ്യ പറഞ്ഞോളൂ? ഏകം ത്രീണി ദ്വേ. ഏതാണ് വരിക? ദ്വേ അല്ലേ? ബൈക്കിന് 2 ചക്രമാണുള്ളത്. അടുത്ത ത്രിചക്രിക, ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷയിൽ ഏതാണുള്ളത് പറഞ്ഞോളൂ? കതി ത്രീണി ദ്വേ ഏകം. ഏതാ വരിക? ത്രീണിയാണല്ലേ. അപ്പോൾ വളരെ എളുപ്പത്തിൽ 3 മാർക്ക് സ്കോർ ചെയ്യാം. അടുത്ത നമ്മുടെ പുതിയ രീതിയിലുള്ള ചോദ്യം നോക്കൂ. അധോ ദത്തേഷു ഉചിതം ഗണം ചിത്വാലികതോ. താഴെ തനിക്ക് ഉചിതമായ ഗണം ഗ്രൂപ്പ് എടുത്തെഴുതുക. ഉചിതമായ ഗ്രൂപ്പ് മാത്രം എടുത്തെഴുതുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ തിരഞ്ഞെടുക്കേണ്ടത്. ഉചിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ശരിയായിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഉചിതമായ നമ്മൾ കണ്ടെത്തി വെച്ചാൽ നമുക്ക് ഉത്തരം എഴുതുമ്പോൾ എളുപ്പമായിരിക്കും. ഇവിടെ നോക്കൂ, ഏകാദശ. ഇത് 11 തന്നെയാണോ? അതെ. അപ്പോൾ അതൊന്ന് ടിക്കറ്റ് വയ്ക്കാം. ഇനി അടുത്ത് നോക്കൂ, പഞ്ചദശ. പഞ്ചദശ എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ആണല്ലേ? 15 സംഖ്യ ഇത് ശരിയാണോ? ഇത് 1, ഇത് 5 നമ്മൾ നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അല്ലേ? 5ഉം 4ഉം കൂടി കൺഫ്യൂഷൻ ആവരുത് എന്നുള്ളത്. ഇവിടെ ഇത് 5 അല്ല 4, 14. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഉചിതമായ ഗ്രൂപ്പുകൾ മാത്രമേ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്യണ്ട. ദ്വാദശ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. അപ്പോൾ 1, 2 ഇത് 12. അപ്പോൾ ഇത് 2ഉമാണ് ശരി. അപ്പോൾ നമ്മൾ നോക്കി വെക്കണം. ഉചിതമായത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഏതാണ് ശരി എന്നുള്ളത് കണ്ടുപിടിച്ച് വെക്കണം. അപ്പോൾ നമുക്കിവിടെ 1ഉം 3ഉമാണ് ശരി. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരം എഴുതേണ്ടത് 1ഉം 3ഉം എന്നല്ല, ABCD 4 ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിലേതാണ് ശരി എന്നാണ് കാണിക്കുക. A 1, 2 ആണ് ശരി എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? അല്ല. B 2, 3 ശരി എന്ന് പറയുന്നത്. 2, 3 ശരിയാണോ? അല്ല. 1, 3 C. അപ്പോൾ 1, 3 നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1, 3 എന്ന ഉത്തരം വരുന്ന ഏതാണ്? C എന്നതാണ്. അപ്പോൾ ഇവിടെ C എന്ന് മാത്രം എഴുതിയാൽ നമുക്ക് 1 മാർക്ക് കിട്ടുന്നു. അടുത്ത് നോക്കൂ, അതേഷു അഗ്രേ ഇതി മാർഗദർശക സൂചക ഫലകം ചിഹ്നേന അങ്കേതു. ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഉണ്ടായിരുന്നു, അതിവിടെ മാഞ്ഞു പോയിരിക്കുകയാണ്. ടിക്ക് മാർക്ക് കൊണ്ട് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ PDF ആക്കുന്ന സമയത്ത് നഷ്ടമാവുകയാണ്, അതുകൊണ്ടാണ് നമുക്ക് ടിക്ക് മാർക്ക് കാണാത്തത്. അപ്പോൾ നിങ്ങൾ ചിഹ്നേന അങ്കേതു എന്തെങ്കിലും ഒരു ചിഹ്നം കൊടുത്താലും മതി. ഇവിടെ ടിക്ക് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചിഹ്നം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇൻഡുവോ ടിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അഗ്രേ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നോട്ട് എന്നുള്ളതാണ്. അഗ്രേ മുന്നോട്ട്. അപ്പോൾ ഇതിൽ മുന്നോട്ട് എന്ന് സൂചിപ്പിക്കുന്ന ഏതാണ്? നമ്മൾ 4 സൂചകങ്ങൾ പഠിച്ചിട്ടുണ്ട്. അഗ്രേ മുന്നോട്ട്, വാമതഃ ഇടത്തോട്ട്, ദക്ഷിണതഃ വലത്തോട്ട്, സ്ഥഗയതു സ്റ്റോപ്പ്. ഇതിൽ ഇടത്തോട്ടാണ് എന്ത്? ഈ ചിഹ്നം അല്ലേ? സ്റ്റോപ്പ് എന്നുള്ളതാണ് ഈ ചിഹ്നം. അപ്പോൾ മുന്നോട്ട് എന്നുള്ളത് എന്താണ്? ഈ ചിഹ്നമാണ്. ഇവിടെ ടിക്ക് ഇടാം, അല്ലെങ്കിൽ ഇൻഡു മാർക്ക് ചെയ്യുക, എന്തെങ്കിലും ഒരു മാർക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് 5 മാർക്കുകളും സ്കോർ ചെയ്യാൻ കഴിയും. 4ാമത്തെ പ്രവർത്തനം നോക്കാം. കോഷ്ടകാത് ഉചിതം ഉത്തരം ചിത്വാലികതു. ബ്രാക്കറ്റിൽ നിന്ന് ഉചിതമായ ഉത്തരം എടുത്ത് എഴുതുക. മീനു ലോകയാനേന കുത്ര ഗച്ഛതി. മീനു ലോകയാനേന കുത്ര ഗച്ഛതി. മീനു ലോകയാനത്തിലൂടെ എവിടെയൊക്കെയാണ് പോകുന്നത്? ഗ്രാമം, നഗരം, വിദ്യാലയം. ഏതാണ് പറഞ്ഞോളൂ? ബസ്സിൽ എവിടേക്കാണ് പോയത്? നഗരം. അപ്പോൾ നഗരം എന്നുള്ള ഉത്തരം എടുത്ത് എഴുതുക. 2ാമത്തെ ചോദ്യം. അധ്യാപിക ഡാഷ് കരോതി. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ ചോദ്യം തന്നെ എടുത്തിരിക്കുകയാണ്.
അധ്യാപിക അഭിനന്ദനം കരോതി എന്ന് ഉത്തരം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരം എന്താ വരിക? അധ്യാപിക കിം കരോതി. കിം, നമ്മൾ ഈ പോർഷൻസിൽ കിമ്മും കഥയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ കിം, കഥ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. കഥി എത്ര, കഥ എപ്പോൾ, കിം എന്ത്, അധ്യാപിക എന്താണ് ചെയ്തത്, കിം. ഓക്കെ. ചിക്രോഡഹ കിം പിബതി. ചിക്രോഡം എന്താണ് കഴിച്ചത്? ചിക്രോടത്തിന് അമ്മ എന്താ കൊടുത്തത്? നേരത്തെ പറഞ്ഞു അല്ലേ? പായസം, ക്ഷീരം. എന്താ കൊടുത്തത്? ക്ഷീരമാണ് കൊടുത്തത് അല്ലേ? ഇവിടെ കാണുന്നുണ്ട് പാൽ. ഓക്കെ. നാലാമത്തെ വയം ഡാഷ്. നമുക്ക് വയം എന്ന് പറഞ്ഞാൽ എന്താ വരിക? വയം നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിക്കാനല്ലേ? വയം പഠാമഹ, വയം ഗച്ഛാമഹ, വയം നിർമ്മാമഹ. അപ്പോൾ വയം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ബഹുവചനത്തിൽ ഗച്ഛാമഹ അല്ലെങ്കിൽ മഹ എന്ന് അവസാനിക്കുന്ന വാക്കുകളാണ് എപ്പോഴും പ്രയോഗിക്കാറ്. അപ്പോൾ ഇവിടെ ഏതാണ് വരിക? പഠതി, ലിഖതി എന്നൊക്കെ വന്നിട്ടുണ്ട്. അതാ ശരിയാണോ? അല്ല. ഗച്ഛാമഹ എന്നുള്ളത് എന്ത് ചെയ്യണം? എടുത്ത് എഴുതണം. ഈ ഗച്ഛാമഹ വയം എന്ന് ഉപയോഗിച്ചുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പദം അല്ലെങ്കിൽ വാക്യം നിർമ്മിക്കാനൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അതെല്ലാം നമ്മൾ കൃത്യമായി ചെയ്യണം. അടുത്ത അധോദത്തേഷു അനുചിതം ഗണം ചിത്വാ ലിഖതു. ഇപ്പോഴത്തെ രീതിയിലുള്ള 4 കഴിഞ്ഞു. 5ാമത്തെ മാർക്ക് നമ്മൾ സ്കോർ ചെയ്യണമെങ്കിൽ ഇത് വേണം. അനുചിതമായ ഗണം കണ്ടുപിടിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ബാലാഹ സന്ധി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബാലാഹ സന്ധി, കുട്ടികൾ ഉണ്ട്. നൗകാഹ അസ്തി, അത് ശരിയാണ്. ബാലാഹ സന്ധി, ബാലഹ അസ്തി, ബാലാഹ സന്ധി. ആൺകുട്ടി ഉണ്ട് എന്നുള്ളതിന് ബാലഹ അസ്തി എന്നാണ് പറയുക. ബാലാഹ ബഹുവചനം വരുമ്പോൾ സന്ധി എന്ന് വരും. ഇവിടെ നോക്കൂ, നൗകാഹ അസ്തി. ശരിയാണോ? അല്ല. കാരണം എന്താ? നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട് നൗക അസ്തി ഏകവചനമാണ്. നൗക ഒരു ഏകവചനം, ഒന്നാണെങ്കിൽ പറ്റുള്ളൂ, അസ്തി എന്ന് എഴുതാൻ പറ്റുള്ളൂ. ഇവിടെ നൗകാഹ എന്നുള്ളതാണ് എന്ന് പറഞ്ഞിരിക്കണം. അപ്പം ഇതാണ് തെറ്റ്. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, അനുചിതം ഗണം, തെറ്റായ ഗ്രൂപ്പ് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാലാഹ സന്ധി എന്നുള്ളത് ശരിയാണെന്ന് പറഞ്ഞു, നൗകാഹ അസ്തി എന്നുള്ളത് തെറ്റാണെന്ന് പറഞ്ഞു. അടുത്ത് നോക്കാം, യാനം അസ്തി. യാനം എന്നുള്ളത് ഏകവചനമായതുകൊണ്ട് തന്നെ അസ്തി എന്ന് തന്നെയാണ് വരിക. അപ്പോൾ ഇതും ശരിയാണ്. അപ്പോൾ ഇതിൽ തെറ്റുള്ളത് ഏത് മാത്രമാണ്? 2 മാത്രമാണ്. അപ്പോൾ നമുക്ക് മറ്റു ഓപ്ഷനൊന്നും വേണ്ട. 2 2 എന്നുള്ളത് ബി എന്നുള്ളതാണ് ഓപ്ഷൻ വരിക. ആ ബി എടുത്തെഴുതിയാൽ അവിടെ 5 മാർക്കുകൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ ഒരു പ്രവർത്തനം മിക്കവാറും ചിത്രത്തിന് നിറം കൊടുക്കാനാണ് വരാറ്. അത് ഒരു ചിത്രത്തിന് നിറം കൊടുക്കുക. ഈ രീതിയിലുള്ളൊരു മാതൃകാ പ്രശ്നപത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് കരുതാം. ഞാൻ പറഞ്ഞു ഇതൊരു മാതൃകാ ചോദ്യപേപ്പർ മാത്രമാണ്. 3ാം ക്ലാസ്സുകാരായതുകൊണ്ട് തന്നെ അവർക്ക് കഴിഞ്ഞ വർഷത്തെ ഒരു ചോദ്യപേപ്പർ കൂടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ആ മാതൃകയിലായിരിക്കില്ല ചോദ്യപേപ്പർ. ചോദ്യങ്ങളെല്ലാം ആ രീതിയിലെല്ലാം വന്നേക്കാം ചിലപ്പോൾ. പക്ഷേ മാതൃക ഈ ഒരു രീതിയിൽ, പുതിയ രീതിയിലായിരിക്കും. ഓപ്ഷൻസും അതുപോലെ ഉചിതമായ ഗണം കണ്ടുപിടിക്കാനും പ്രസ്താവനകൾ കണ്ടുപിടിക്കാനും എല്ലാം ഉള്ള ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ ആ കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ നോക്കിയാലോ? കണ്ടോളൂ. ഇവിടെ നോക്കൂ, കഴിഞ്ഞ വർഷത്തെ ചോദ്യപേപ്പർ ഇവിടെ തന്നിട്ടുണ്ട്. 1ാമത്തെ പ്രവർത്തനം നോക്കൂ, പേടികാദഹ നൗകാകേളി സംബന്ധിനി പദാനി ചിത്വാ ലിഖതു. ബ്രാക്കറ്റിൽ നിന്ന് നൗകാകേളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ എടുത്തെഴുതുക. എന്താ പറഞ്ഞിരിക്കുന്നത്? വിമാനം, നൗക, സാമോദം, ആകാശം, നദി, ലോകയാനം, വായുമാർഗം, തിത്തിത്താര, ജലയാനം. ഏതൊക്കെയാ വരിക? പറയൂ. വിമാനം നൗകാകേളിയുമായി ബന്ധപ്പെട്ടതാണോ? വള്ളംകളിയുമായി ബന്ധപ്പെട്ടതാണോ? അല്ല. നൗക വള്ളംകളിയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ? അപ്പം നൗക എന്നിടത്ത് എഴുതുന്നു. സാമോദം തു ചലയമ പഠിച്ചിട്ടുണ്ടല്ലേ? സാമോദം ഇവിടെ എടുത്തെഴുതുന്നു. ആകാശം നൗകാകേളിയുമായി ബന്ധമുണ്ടോ? ഇല്ല. നദി ബന്ധമുണ്ട്. ലോകയാനം ബസ്സിന് ബന്ധമുണ്ടോ? ഇല്ല. വായുമാർഗം ബന്ധമുണ്ടോ? ഇല്ല. തിത്തിത്താര ബന്ധമുണ്ടോ? ഉണ്ടല്ലേ. തിത്തിത്താര, ജലയാനം. ഇത്രയാണ് വള്ളംകളിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. അടുത്ത 2ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം. ഇവിടെ നോക്കൂ, ഉചിതാനി അക്ഷരാണി ഉപയോഗിച്ച പദാനി പോലെ. ഉചിതമായ അക്ഷരങ്ങൾ എടുത്തിട്ട് പദങ്ങൾ, ഇവിടെ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഇവിടെ വാക്കുകൾ. ഡാശ്രം എന്താ വരിക? ഷ ഗ ത യ സ. ഏതാ വരിക? നഗരം. അപ്പം ഗ എടുത്ത് എഴുതുന്നു. ഷ ഡാഷ് കഹ എന്താ വരിക? മുയൽ അല്ലേ? നമ്മൾ ശശകഹ. വാ ഡാഷ് ടഹ പട്ടം അല്ലേ? പട്ടത്തിന് എന്താ പറയുക നമ്മൾ? വാതാടഹ.
ഡാഷ് നം. എന്താ വരിക? യാനം. ഡാഷ് ഗരഹ. സാഗരഹ. കടൽ. സാഗരഹ. നഗരം ഇവിടെ വന്നിട്ടുണ്ട്. സാഗരഹ. അപ്പോൾ അവിടെ 5 ഉത്തരങ്ങൾ നമുക്ക് എഴുതാം. ഇത് കഴിഞ്ഞ വർഷത്തെ മാതൃകയാണ്. അപ്പോൾ ഇതും ഒരു മാതൃകയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, കഴിഞ്ഞ വർഷത്തെ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, അടുത്ത് ഗണയത്തു ചിഹ്നേന കരോത്തു. ചിഹ്നം കരോത്തു. എണ്ണീട്ട് ഇവിടെ എഴുതാം. അപ്പോൾ എണ്ണിക്കോളൂ. 1 2 3 4 5 6 7 8 9 10 11 12 13. 9 13. കൺഫ്യൂഷൻ ഒന്നുമില്ല. 13. പക്ഷേ ഇപ്രാവശ്യത്തെ ചോദ്യ പേപ്പറിൽ നമുക്ക് കൺഫ്യൂഷനുള്ള സാധനങ്ങൾ തരാം. എണ്ണിക്കോളൂ. 1 2 3 5 6. 2 ഉണ്ട്, ഷഡ് ഉണ്ട്. ഏതുത്തരം? ഷഡ്. വളരെ എളുപ്പമാണ് അല്ലേ? 3 ടിക്കറ്റ്. റിക്തസ്ഥാനം പൂരയിതു സന്ധി അസ്തി. നമ്മൾ നേരത്തെ മാതൃകാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നു. പക്ഷെ അത് ഇതുപോലെയല്ല വന്നിരിക്കുന്നത്. കുറച്ച് കഷ്ടമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ. അധ്യാപിക ഡാഷ്. അധ്യാപിക എന്നുള്ളത് ഏകവചനമാണ്. അപ്പോൾ അവിടെ എന്തേ വരുള്ളൂ? അസ്തി. ഛാത്രാഹ ബഹുവചനമാണ്. സന്ധി. ഓക്കെ, ഇതിൽ അവസാനത്തെ പ്രവർത്തനത്തേക്ക് നോക്കാം. ഉദാഹരണാനുസാരം വാക്യാനി പൂരയിതു. ഉദാഹരണം അനുസരിച്ച് വാക്യങ്ങൾ പൂരിപ്പിക്കാനാണ്. അഹം പിബാമി എന്നുള്ള ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് പറയൂ. അഹം ലിഖാമി എഴുതുന്നു. അഹം പശ്യാമി എഴുതുന്നു. അഹം പഠാമി എഴുതുന്നു. അഹം ഗച്ഛാമി. വയം ഏകീഭൂയ ഡാഷ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? വയം എന്ന് പറയുമ്പോൾ ഗച്ഛാമി വരുമോ? ഇല്ല, അഹം വരുമ്പോഴാണ് ഗച്ഛാമി വരുന്നത്. വയം വരുമ്പോൾ ഗച്ഛാമഹ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ. ചിത്രസ്യ നാമലിഖതു വർണ്ണലേപനം കരു. ഇതെന്താണ് പറയുക? സിംഹ ഹരിണഹ. ഏതാണ്? സിംഹയാണോ ഹരിണഹയാണോ? ഹരിണഹ, മാൻ. ഓക്കെ, അപ്പോൾ മാനിന് നിറം കൊടുത്താൽ. കഴിഞ്ഞ വർഷം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ചോദ്യങ്ങൾ കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ വർഷത്തെ ചോദ്യപേപ്പർ ഈ ഒരു മാതൃകയിലായിരിക്കും. ഓണപരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു മാതൃകയിലായിരിക്കും വരിക. അപ്പോൾ ഈ ഒരു മാതൃകാ ചോദ്യപേപ്പർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ PDF നമ്മൾ ഇതിൻ്റെ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊരു മാതൃകയായിട്ട് കണ്ട് എല്ലാവർക്കും നല്ലൊരു പരീക്ഷ, എളുപ്പമുള്ള പരീക്ഷ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പുനർമിലാമ.